ഇപ്പോൾ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. അത് ചൂരൽമലയിൽ നിന്നാണ്. ആ വില്ലേജ് ഓഫീസിന് സമീപം കുറേ മരങ്ങളൊക്കെ അടിഞ്ഞുകൂടിയിരുന്നു. ആ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഒരു മൃതദേഹം കൂടി കിട്ടിയിരിക്കുന്നത്. അരുണുണ്ട്. അരുൺ, പറയൂ. ചൂരൽമലയിലെ ഈ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്ന് ഇപ്പോൾ 4 മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു മേഖലയിൽ നമുക്ക് കാണാം ഭീകരമായ ആ ദൃശ്യത്തിന്റെ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നമ്മളത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇത്തരത്തിൽ മരക്കൂമ്പാരങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇതിനുള്ളിൽ നിന്നാണ് കൂടുതൽ പേരെ പുറത്തേക്ക് എത്തിക്കുന്നത്. ഈ മണലിനടിയിലായാണ് ഈ ഒരാൾ പൊക്കത്തിൽ ചളിയുണ്ട്. ഇതിനും അടിയിലേക്കാണ് മൃതദേഹങ്ങൾ കൂടിക്കിടക്കുന്നത്. ഇവിടെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്തി 5 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെയാണ് നടത്തിയത്. അത്തരത്തിലാണ് ഇപ്പോൾ കൂടുതൽ പേരെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ആദ്യത്തെ 2 ദിവസങ്ങളിലൊന്നും ഇങ്ങോട്ടേക്കുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായിരുന്നു. പിന്നീട് ഇവിടേക്ക് രക്ഷാദൌത്യത്തിനെത്തിയ ഈ സന്നദ്ധ സേവകരാണ് ഈ വിവരം ഇങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുന്നത്. തുടർന്ന് മണ്ണുമാന്തി യന്ത്രങ്ങളും സൈന്യം ഉൾപ്പെടെ ഇവിടെ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയത്. ഈ ഒരു പ്രദേശത്തിന്റെ ആഘാതം എന്തെന്നാൽ ഈ ഒരു മേഖല ഈ പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന മേഖലയിൽ അധികം വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പ്രദേശമാകെ വന്ന് പതിച്ച ഒരു ഇടമാണിത്. അത്തരത്തിൽ മണ്ണ് കുത്തിയൊലിച്ച് എത്തിയ ഇടം. ഇതിന്റെ സമീപത്തായ ഒരു നീരൊഴുക്ക് നമുക്ക് കാണാം. അത് ചാലിയാറിന്റെ കൈവരിയാണ്. ഇതിലൂടെയാണ് ഒരുപാട് മൃതദേഹങ്ങൾ ഒഴുകിപ്പോയതെന്നൊക്കെയാണ് ഈ പ്രദേശവാസികൾ നേരത്തെ രാവിലെ വാർഡ് മെമ്പറൊക്കെ വന്നപ്പോൾ പറഞ്ഞത്. അതിലൂടെ ആയിരിക്കാൻ പോയത്. ഇതിന്റെ മറുഭാഗത്താണ് മുണ്ടക്കൈ ഉള്ളത്. ആ മലയ്ക്ക് അപ്പുറത്തായാണ് മുണ്ടക്കൈ എന്ന പ്രദേശമുള്ളത്. അപ്പോൾ ഈ ഒരു മല തന്നെ ആകെ വിഭജിക്കപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. ആ ഒരു പ്രദേശമാണ് ഈ ചൂരൽമലയിലെ ഈ വില്ലേജ് ഓഫീസ് പരിസരം. ഇപ്പോൾ ആ തരത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുകയാണ്. 5 മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. സൈന്യമുണ്ട്, സൈന്യത്തിന്റെ ഡ്രോൺ നിരീക്ഷണമുണ്ട്, ഒപ്പം പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് ഉണ്ട്. ഇത് എല്ലാം സംയുക്തമായി ഇവരെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രദേശവാസികളും ഈ സന്നദ്ധ സേവകരും ഒക്കെ ഈ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് തന്നെ മൃതദേഹം എത്തുമ്പോൾ പുറത്തേക്ക് ആശുപത്രികളിലേക്കൊക്കെ എത്തിക്കാൻ, മോർച്ചറികളിലേക്ക് എത്തിക്കാൻ ഇവിടെ സന്നദ്ധ സേവാ അംഗങ്ങളൊക്കെ തയ്യാറായി തന്നെ നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ നേരത്തെ ആ ഘട്ടത്തിലൊക്കെ തേടിയിരുന്നു. ഇപ്പോഴും ആ ദൃശ്യത്തിലൂടെ നമുക്ക് ഈ ഒരു വ്യാപ്തി വീണ്ടും മനസ്സിലാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വന്നപ്പോൾ പോലും മുട്ടോളം ചളിയാണ്. തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്.